ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് ഹെൽപ്പാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. കഴിയുന്നതും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു എലൈൻ കുർത്തിയാണ് കേട്ടോ. ബിഗിനറായിട്ടുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നൈറ്റി ബിറ്റാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. സ്ലീവ് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 1-2 കൂട്ടുകാർ നമ്മളടുത്ത് സ്റ്റിച്ചിങ് പഠിക്കാൻ എളുപ്പമാണോ അതോ റിസ്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പഠിച്ചെടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുന്നതിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണല്ലോ. സ്റ്റിച്ചിങ് പഠിക്കുന്നതിന് മുമ്പ് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഇത് ഭയങ്കര റിസ്ക്കാണ് പഠിച്ചെടുക്കാൻ എന്നൊക്കെ ഉള്ളത്. പിന്നെ കല്യാണത്തിൻ്റെ മുമ്പൊക്കെ എൻ്റെ ഉമ്മ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഭയങ്കര റിസ്ക്കാണ്. കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ തോന്നുക. പക്ഷെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിട്ട് വരും. സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന് ശ്രമിച്ചാൽ മതി കേട്ടോ. നമുക്കത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡ്രസ്സ് പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ പറയുന്ന അതേ മോഡലിൽ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് അത് ചെയ്ത് കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അതുണ്ടായാൽ തന്നെ നമുക്ക് പകുതി കഴിവ് റെഡിയായിരുന്ന. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിലൊന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാതെ പിന്നെ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന എന്നെപ്പോലുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ബെസ്റ്റ് ഫീൽഡ് തന്നെയാണ് കേട്ടോ ഈ സ്റ്റിച്ചിങ് എന്നുള്ളത്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. വീട്ടിലത്തെ പണികളൊക്കെ തീർത്തതിന് ശേഷം നമുക്ക് പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഫീൽഡ് വെച്ചിട്ട്. പിന്നെ സ്റ്റിച്ചിങ് പഠിച്ചാലുള്ള മെയിൻ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെ തന്നെ ഡ്രസ്സുകൾ അതുപോലെ നമ്മളെ മക്കളുടെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതൊന്നും പുറത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ സ്റ്റിച്ചിങ് ചാർജൊക്കെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചാർജൊക്കെ ഒരുപാടല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകളും പിന്നെ അതുപോലെ മക്കൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ അതുപോലെ ഇനി ചെറിയ റേറ്റിലൊക്കെ കിട്ടുന്ന ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് മക്കൾക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലൊക്കെ നമുക്ക് തന്നെ അതൊരു ഉപകാരമാണ് കേട്ടോ. റേറ്റ് കുറഞ്ഞ ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് മക്കൾക്കൊക്കെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. പല മോഡലുകളിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കത് മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് തന്നെ ആകുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്കത് തിരുത്താവുന്നതല്ലേ ഉള്ളൂ. നമ്മൾക്ക് തന്നെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. ആ ഒരു രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കി എടുത്ത് നമ്മൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റിച്ചൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ കാണുമ്പം നമ്മളത് വേറെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ആ ഒരു മോഡലൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ട് അതിൽ കൊടുക്കാം. കുറേയൊക്കെ നമുക്ക് തന്നെ ചെയ്യുമ്പോൾ പിന്നെ പുറത്തോട്ട് കൊടുക്കാനും നമുക്കൊരു കോൺഫിഡൻസ് വരും കേട്ടോ. നമുക്ക് ചെയ്ത് നന്നായിട്ട് വരുമ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം, കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം, സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്, പിന്നെ പക്ഷേ മെറ്റീരിയൽ കട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, പേടിയാണ്, കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക റെഡി ആവുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു പഴയ ക്ലോത്തിലൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഒന്ന് നോക്കുക, കട്ട് ചെയ്തിട്ട് റെഡി ആവണ്ടേ, എന്നിട്ട് അതന്നെ സ്റ്റിച്ച് ചെയ്തൊന്ന് നോക്കുക, എന്നിട്ട് അതിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നല്ല ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. പിന്നെ പഴയ ഡ്രസ്സുകളൊക്കെ വീട്ടിലൊക്കെ പഴയ ക്ലോത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഒന്ന് ചെയ്ത് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആവുമ്പോൾ പിന്നെ പുതിയതിലോട്ട് വരിക. ഞാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കോട്ടണിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരലുണ്ടല്ലോ.
പിന്നെ എന്ത് ഡ്രസ്സും കോട്ടണിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല, ഞാൻ ആദ്യമൊക്കെ അങ്ങനെ കേട്ടോ ചെയ്തിരുന്നത്. കോട്ടണിൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആകുമ്പോൾ പിന്നെ നമ്മൾ ഷിഫോൺ അങ്ങനത്തെ കുഴഞ്ഞ സൈസ് മെറ്റീരിയലൊക്കെ അല്ല, അതൊക്കെ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് അതിലൊക്കെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവണേ കുറച്ച് പണിയല്ലേ. അപ്പോൾ ആദ്യം അങ്ങനത്തെ നല്ല എന്താ പറയുക നമുക്ക് പറ്റുന്ന മെറ്റീരിയലൊക്കെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ നല്ല മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് അതിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. പിന്നെ സ്റ്റിച്ചിങ്ങിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അറിവിനനുസരിച്ച് ഓരോ കാര്യങ്ങളും എളുപ്പമാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എളുപ്പമുള്ള രീതിയിൽ പിന്നെ നമുക്കിഷ്ടമുള്ള മോഡലിലൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഏത് മോഡൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമർ പറഞ്ഞ അതേ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി. പിന്നെ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാധാ മെഷീനിൽ ഒരുപാട് മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സാധാ മെഷീൻ ഇപ്പോൾ ഐസ് ബീഡ് അല്ലെങ്കിൽ പവർ മെഷീൻ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഏത് മോഡലും സാധാ മെഷീനിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനൊക്കെ ഇപ്പോഴും സാധാ മെഷീനിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരുപാട് പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് പഠിക്കുന്ന ടൈമിലൊക്കെ പിന്നെ സാധാ മെഷീൻ തന്നെയാണ് കേട്ടോ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്, നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് സാധാ മെഷീൻ തന്നെയാണ്. പിന്നെ നമ്മൾ പഠിച്ചൊക്കെ എടുത്ത് കുറച്ച് എക്സ്പീരിയൻസൊക്കെ ആയി പിന്നെ നമുക്ക് അതിന്നൊക്കെ സാധാ മെഷീനിൽ നിന്ന് നമുക്ക് ഏണിങ്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിന്നൊക്കെ കുറച്ച് ഏണിങ്സൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നല്ല മെഷീനൊക്കെ വാങ്ങി അതിലൊക്കെ വർക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിനോടൊരു താല്പര്യം വേണം കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ഒരു കാര്യത്തിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ അത് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലേ നമുക്കത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം പഠിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് പഠിക്കണം, വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിലല്ലാണ്ട് ഈ ഒരു കാര്യത്തിനോട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനോടായാലും ഫാഷൻ ഡിസൈനിങ് ആ ഒരു കാര്യത്തിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊന്നും വിജയിക്കാതിരിക്കൊന്നുമില്ല. അപ്പോൾ സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ പഠിക്കാനായിട്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടാവും വീട്ടിലൊക്കെ മെഷീൻ ഉണ്ടായിട്ടും സ്റ്റിച്ച് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത വർക്ക് അത് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. പിന്നെ അതുപോലെ നമ്മളത് മക്കൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ വെയർ ചെയ്യുകയാണെങ്കിലും പുറത്തുള്ള ഒരാൾ അതിന് നല്ലൊരു അഭിപ്രായം പറഞ്ഞാലും നമുക്ക് നല്ല സന്തോഷമല്ലേ. പിന്നെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലത്തെ ജോലികളൊക്കെ തീർത്തിട്ടാണല്ലോ ഇതിലേക്ക് ഇരിക്കുന്നത്. പിന്നെ അതന്നെ ഒരു സന്തോഷമാണ്. പിന്നെ അതിന്ന് നമുക്ക് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിന്നൊരു ഏണിങ്സ് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ് കേട്ടോ. ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ തീർത്ത് മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ പറയുക ടൈം കണ്ടെത്തിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ചെയ്യണം എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല, പുറത്ത് പോകണമെന്നൊന്നുമില്ല. വീട്ടിലിരുന്നിട്ടായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ലൊരു പ്രാധാന്യമുള്ള ടൈമാണ് കേട്ടോ ഇപ്പോഴൊക്കെ. പിന്നെ ആദ്യത്തെ പോലെയൊന്നുമല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ജോബൊക്കെയാണ്. നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതുപോലെ പിന്നെ എന്താ പറയുക എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ട് എംബ്രോയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഫീസ് കൊടുത്തല്ലാണ്ട് ഞാൻ അധികവും എന്താ പറയുക ചിലവില്ലാത്ത രീതിയിലാട്ടോ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിച്ചിങ് കുറച്ച് അത് പിന്നെ അത്ര വലിയ പൈസയൊന്നും ആയിട്ടില്ല. 6 മാസത്തെ കോഴ്സ് ആയിരുന്നു. അത് ചെറിയൊരു എമൗണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാൻ എംബ്രോയ്ഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചത് എൻ്റെ ഏട്ടൻ്റെ വൈഫ് ഇതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. അവൾ പോയി പഠിക്കുമ്പോൾ അവൾ വന്നിട്ട് അവളോട് ചോദിക്കും എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനെ അവൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ട് എനിക്ക് പറഞ്ഞു തരും. പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരുപാട് സ്റ്റിച്ചൊക്കെ അതുപോലെ എംബ്രോയ്ഡിങ്ങിൽ കുറേ സ്റ്റിച്ചുകളൊക്കെ അങ്ങനെ പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1.5 മാസത്തെ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാഷൻ ഡിസൈനിങ്. അതിലും പിന്നെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുള്ളൂ. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അറിവ് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കുറേയൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങും, എന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് പിന്നെ അതുപോലെ ചെയ്തിട്ട് അങ്ങനെയും കുറേ വർക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായാൽ മാത്രം മതി.
പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് പോയി തന്നെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ പുറത്ത് പോയി തന്നെ ജോലി ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ സാഹചര്യം വെച്ചിട്ട് സിറ്റുവേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ. എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരും കേട്ടോ. പിന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കാനോ അതോ അല്ലാണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ മക്കൾ ഒക്കെ അല്ലേ, അപ്പോൾ അതൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഏകദേശമൊക്കെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി നോക്കുക. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതിലൊരു സംശയവും വേണ്ട. നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരാൻ തന്നെ ചെയ്യും. 100% ഉറപ്പാണ് കേട്ടോ അത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാതെ, നമ്മളെ കയ്യിലിപ്പോൾ സാധാ മെഷീനാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി സ്റ്റിച്ചിങ്ങൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് പിന്നെ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പിന്നെ നമുക്ക് നല്ല നല്ല ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമറോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിൽ അവർക്ക് എങ്ങനത്തെ മോഡലാണ് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചോദിച്ചിട്ട് അവർക്ക് നമ്മളോടൊരു എന്താ പറയുക ഇഷ്ടം വരുന്ന രീതിയിൽ നമ്മൾ അവരോട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാം കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.